പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചു കാലത്തേക്കെങ്കിലും കോൺഗ്രസിന്റെ യുവമുഖം, യുവജനതയുടെ പ്രതീക്ഷയായി കണക്കാക്കിയ വാനോളം ഉയർത്തിയ ഒരു വ്യക്തി. പക്ഷെ കഴിഞ്ഞ കുറെ മാസങ്ങളായി രാഹുലിന്റെ പേര് രാഷ്ട്രീയ വാർത്തകളിൽ നിന്ന് അപ്രത്യക്ഷമായി. വാർത്തകളിൽ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും തന്നെ കേൾക്കാൻ സുഖമുള്ള വാർത്തകളായിരുന്നില്ല. ലൈംഗിക ആരോപണങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും കൂടിക്കൂടി വന്നപ്പോൾ പൊതുരംഗത്തിൽ നിന്ന് രാഹുലിനെ തള്ളിക്കളഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നീണ്ട മൗനവും പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കലും, മാധ്യമങ്ങൾക്ക് മുൻപിൽ പോലും പ്രത്യക്ഷപ്പെടാതെ ഒളിച്ചും പാത്തും ഒക്കെയാണ് നടത്തം. ഏതാണ്ട് ഒരു അജ്ഞാതവാസം പോലെ. കുറെ നാൾ വിട്ടുനിന്ന ശേഷം പാലക്കാട് മണ്ഡലത്തിൽ എത്തിയിരുന്നുവെങ്കിലും വിവാദം ഭയന്ന് പൊതുപരിപാടികളിൽ മുഖം കാണിച്ചിരുന്നില്ല. പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ആരംഭിച്ച പുതിയ സർവീസിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ മാത്രമാണ് രാഹുൽ പങ്കെടുത്തത്. പക്ഷേ ഇപ്പോൾ ഷാഫി പറമ്പിലിന് നേരെ ഉണ്ടായ പോലീസ് അതിക്രമം ദേശീയ തലത്തിൽ ചർച്ചയായപ്പോൾ അതിന്റെ മറപറ്റി രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പൊതുരംഗത്ത് കടന്നു വന്നു. ഇത് യാദൃശികമാണോ അതോ കൃത്യമായി ആസൂത്രണം ചെയ്ത തിരിച്ചുവരവാണോ എന്നതാണ് ഇപ്പോൾ പൊതുവായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് യുവ നേതാവായി വളർന്നത് വലിയ പ്രചാരണങ്ങളോടെയായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്നതിനാൽ പാർട്ടിയിലും യുവജന വിഭാഗത്തിലും രാഹുൽ വലിയ സ്വാധീനമുള്ള വ്യക്തി തന്നെയായിരുന്നു. എന്നാൽ അടുത്ത കാലത്തുണ്ടായ ലൈംഗിക ആരോപണങ്ങൾ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാക്കിയത്. ഓരോ ദിവസങ്ങളിലും ഓരോ സ്ത്രീകൾ രംഗത്ത് വന്നതോടെ കോൺഗ്രസ് നേതൃത്വവും കടുത്ത സമ്മർദ്ദത്തിലായി. ആ സംഭവത്തിന് ശേഷം രാഹുൽ പൊതുപരിപാടികളിൽ നിന്ന് പൂർണ്ണമായും പിന്മാറി. രാഹുൽ നിയമസഭാ സമ്മേളനങ്ങളിൽ നേരിട്ട് എത്താറുണ്ടായിരുന്നുവെങ്കിലും മണ്ഡലത്തിലെ പരിപാടികളിൽ പങ്കെടുത്തിരുന്നില്ല. പാലക്കാട് മണ്ഡലം തന്നെയായിരുന്നു രാഹുലിന്റെ കരുത്ത്. പക്ഷേ അതേ മണ്ഡലത്തിലെ വീടുകളിലേക്കോ പൊതുപ്രവർത്തനങ്ങളിലേക്കോ പോകാൻ പോലും രാഹുലിന് കഴിയാത്ത അവസ്ഥയായിരുന്നു. അടുത്ത കാലത്ത് പാർട്ടി സമ്മേളനങ്ങളിലും പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് യോഗങ്ങളിലുമൊന്നും രാഹുൽ മുഖം കാണിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോഴാണ് അവസ്ഥ മാറിയത്. തൃശൂർ ജില്ലയിലെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഷാഫി പറമ്പിലിന് നേരെ പോലീസ് അതിക്രമം നടന്നു. യുവജന വിഭാഗം ഉൾപ്പെടെ പാർട്ടി മുഴുവനും പ്രതിഷേധത്തിലായി. അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത്. പോലീസ് അതിക്രമം ജനാധിപത്യത്തിന്റെ മുഖത്ത് കുത്തിയുള്ള അടിയാണെന്നാണ് പോസ്റ്റ്. അതോടെ ഒരു നിമിഷം കൊണ്ട് MLAയുടെ പേര് വീണ്ടും രാഷ്ട്രീയ ചർച്ചയായി. അതുകൊണ്ടും തീർന്നില്ല. പിറ്റേ ദിവസം രാഹുൽ കോഴിക്കോടെത്തി മാധ്യമങ്ങളോട് നേരിട്ട് പ്രതികരിച്ചു. ഒപ്പം KC അബു അടക്കമുള്ള സീനിയർ നേതാക്കളും. അതൊക്കെ കൊണ്ടാണ് സ്വാഭാവികമായും ചില സംശയങ്ങൾ തോന്നുന്നതും. ഇതൊരു പ്രതിഷേധമല്ല, ഒരുപക്ഷെ കൃത്യമായ ക്രമീകരിച്ച രാഷ്ട്രീയ റീ എൻട്രിയാണ് എന്ന സംശയം. അതായത് കോൺഗ്രസിൽ നിന്നും പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത്തരം ഒരാളുടെ കൂടെ KC അബുവിനെ പോലുള്ള സീനിയർ നേതാക്കൾ നിൽക്കുന്നത് പാർട്ടി ശാസനയ്ക്കെതിരെ തുറന്ന വെല്ലുവിളിയാണെന്ന് യൂത്ത് നേതാക്കൾ തന്നെ പറയുകയാണ്. മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകുമ്പോൾ രാഹുലിന്റെ ഇടത്തും വലത്തും KC അബുവിനെ പോലുള്ള കോഴിക്കോട് സീനിയർ നേതാക്കളെയും കാണാമായിരുന്നു. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട നേതാവിന് ഒപ്പമാണ് നിൽക്കുന്നതെന്ന് അബു ഉൾപ്പെടെയുള്ളവർ മറന്നുപോയി. ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതും അവരുടെ തന്നെ പാർട്ടി പ്രവർത്തകർ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ തമാശ. കൂടാതെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം തന്നെ രാഹുലിന്റെ ഈ തിരിച്ചുവരവിനെ പൊളിറ്റിക്കൽ സ്റ്റണ്ടായി വിലയിരുത്തിയിട്ടുണ്ട്. ലൈംഗിക ആരോപണങ്ങൾ മറയ്ക്കാനായി മറ്റൊരാളുടെ പ്രതിഷേധം ഉപയോഗിക്കുന്നു എന്നതാണ് ഉയരുന്ന ഏറ്റവും വലിയ വിമർശനം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. മണ്ഡലത്തിലെ പ്രവർത്തകരും പഞ്ചായത്ത് നേതാക്കളും പോലും രാഹുലിനെ കാണാനില്ലെന്ന് പരാതിപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു മാറ്റം ശ്രദ്ധേയമാകുന്നത്. ഷാഫി പറമ്പിലിന്റെ സംഭവത്തിന് പിന്നാലെ രാഹുൽ പാലക്കാട് മണ്ഡലത്തിലെ ബാലസദസ്സിലും കുടുംബശ്രീ വാർഷികത്തിലും ഉദ്ഘാടകനായി എത്തി. ഇത് വെറും ചടങ്ങായിരുന്നില്ല, ഇത് രാഷ്ട്രീയമായി ഞാൻ തിരികെ എത്തിയിരിക്കുന്നു എന്ന സന്ദേശമായിരുന്നു തരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പാരമ്പര്യമായി കോൺഗ്രസിന്റെ കോട്ടയായ പാലക്കാട് മണ്ഡലത്തിൽ ഇത്തരമൊരു തിരിച്ചുവരവ് ധൈര്യമായ നീക്കമാണ്. പക്ഷേ അതിനൊപ്പം തന്നെ വലിയ അപകടവും അതിലുണ്ട്.
അതായത് മുൻ വിവാദങ്ങളും പരസ്യമായ മൗനവും ഓർമ്മിക്കേണ്ട സമയമാണിത്. പാലക്കാട് ബസ് സർവീസിന്റെ ഫ്ലാഗ് ഓഫ് പരിപാടി രഹസ്യമായി നടത്തിയതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ആ ചടങ്ങ് രാത്രി 9 മണിയോടെ മാധ്യമങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും അറിയിക്കാതെ നടത്തുകയായിരുന്നു. തുടർന്ന് രാഹുൽ പൊതുരംഗത്ത് നിന്നും പിന്നോട്ട് നീങ്ങി. ഇതോടെ പാർട്ടി നേതാക്കൾ തന്നെ പറഞ്ഞു, രാഹുൽ ഇപ്പോഴും ആരോപണങ്ങളുടെ നിഴലിൽ തന്നെ ജീവിക്കുകയാണെന്ന്. എന്നാൽ ഇപ്പോൾ പ്രതിഷേധങ്ങളുടെ ചൂടുപിടിച്ച കാലത്ത് തന്നെ പൊതുപരിപാടികളിൽ തിരിച്ചെത്തിയത് മൗനം മറികടന്ന ഒരു രാഷ്ട്രീയ തന്ത്രമെന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസ് പാർട്ടിക്കകത്ത് രാഹുലിന്റെ ഈ തിരിച്ചുവരവ് സൗഹൃദത്തോടെ സ്വീകരിക്കപ്പെടുന്നില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിലെ നിരവധി പേർ തുറന്ന വിമർശനവുമായി രംഗത്തുണ്ട്. വിവാദങ്ങൾ തീർന്നോ, അന്വേഷണം അവസാനിച്ചോ, അല്ലെങ്കിൽ മറ്റൊരാളുടെ വിഷയം മറപറ്റി ഇറങ്ങിയോ, ഇതൊക്കെയാണ് രാഹുലിനെതിരെ വിരൽ ചൂണ്ടുന്ന ചോദ്യങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവിനെ ചിലർ സാധാരണ രാഷ്ട്രീയ പ്രവൃത്തിയുടെ പുനരാരംഭം എന്ന് കാണുമ്പോൾ മറ്റൊരു വിഭാഗം അതിനെ സമയോചിതമായ ഒരു മറപറ്റൽ എന്ന് തന്നെ ഉറപ്പിച്ചു പറയുകയാണ്. ഷാഫി പറമ്പിലിന്റെ സംഭവം ദേശീയ ശ്രദ്ധ നേടുമ്പോൾ തന്റെ പഴയ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചതാണോ ഈ നീക്കം, അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് തന്നെ തനിക്കെതിരായ സകലതും കുറയ്ക്കാനുള്ള നീക്കമാണോ എന്നീ ചോദ്യങ്ങളും ശക്തമാണ് ഇപ്പോൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കൽ യൂത്ത് കോൺഗ്രസിന്റെ അഭിമാനമായിരുന്നു. ഷാഫി പറമ്പിലും രാഹുലും ആ തലമുറയിലെ പ്രധാന യുവ നേതാക്കളായി വളർന്നു. പക്ഷേ ഇന്ന് ഒരാൾ പോലീസിന്റെ അതിക്രമത്തിന് ഇരയാവുമ്പോൾ മറ്റൊരാൾ അതേ സംഭവത്തെ രാഷ്ട്രീയ കറയായി ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഇത് ഈ തലമുറയുടെ രാഷ്ട്രീയ ദൗർഭാഗ്യമാണെന്ന് പറയേണ്ടി വരും. യുവജന രാഷ്ട്രീയത്തിന്റെ തന്മയത്വം നഷ്ടപ്പെട്ടു പോവുകയാണ്. വ്യക്തിപരമായ പ്രതീക്ഷകളും നിലനിൽപ്പിനുള്ള പോരാട്ടങ്ങളുമാണ് ഇന്ന് മുൻനിരയിൽ നിൽക്കുന്നത് തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാർട്ടിയിലേക്ക് തിരിച്ചെത്തുമോ, രാഹുലിനെ വീണ്ടും സംസ്ഥാന നേതൃത്വ സ്ഥാനത്തേക്ക് പരിഗണിക്കുമോ എന്നീ 2 ചോദ്യങ്ങളും ഇപ്പോൾ വീണ്ടും ഉയർന്നു വരികയാണ്. യൂത്ത് കോൺഗ്രസിനുള്ളിൽ ഇതിനകം അതിനെതിരായ എതിർപ്പുണ്ട്. സാധാരണ പ്രവർത്തകർക്ക് നിയമം ഒരു തരത്തിൽ, നേതാക്കൾക്ക് വേറെ തരത്തിലും എന്നതാണല്ലോ കോൺഗ്രസ് പാർട്ടിയുടെ രീതി തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്ന BJP DYFI എതിർപ്പുകൾക്കപ്പുറം പാർട്ടിക്കകത്തെ പ്രതിരോധമാണ് കൂടുതൽ ശക്തമാകുന്നത്. രാഷ്ട്രീയത്തിൽ തിരിച്ചുവരവുകൾ അസാധാരണമല്ല. പക്ഷേ തിരിച്ചുവരവിന് മുൻപ് വ്യക്തത വേണം. ആരോപണങ്ങൾ തീർന്നോ, സത്യം തെളിഞ്ഞോ, ജനങ്ങൾക്ക് മുൻപിൽ ഉത്തരവാദിത്തം കാണിച്ചോ എന്നൊക്കെയുള്ള ഒരു വ്യക്തത. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ഇതുവരെയും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് രാഹുലിന്റെ ഓരോ നീക്കവും സംശയത്തിന്റെ കണ്ണിൽ കാണേണ്ടി വരുന്നതും. ഇന്ന് കോൺഗ്രസിന്റെ മുൻനിരയിൽ യുവജനങ്ങളുടെ അഭാവം ആരോപിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലുള്ള നേതാക്കളുടെ പെരുമാറ്റം തന്നെയാണ് അതിന്റെ മുഖ്യ കാരണമെന്ന് ചിലർ പറയുന്നുണ്ട്. ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അത് വീണ്ടെടുക്കാൻ വർഷങ്ങളെടുക്കും. പക്ഷെ മറപറ്റി പെട്ടെന്ന് രംഗപ്രവേശം നടത്തുന്നത് ഒരു രാഷ്ട്രീയ കളിയായി മാത്രമേ കാണാൻ കഴിയൂ. ഷാഫി പറമ്പിലിന്റെ പ്രശ്നം സമാധാന പ്രശ്നമായിരിക്കെ അത് മറ്റൊരാളുടെ പൊളിറ്റിക്കൽ ക്യാൻവാസ് ആക്കരുതായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവ് രാഷ്ട്രീയമായും നൈതികമായും എത്രത്തോളം നീതീകരിക്കാനാകുമെന്ന് പാർട്ടിയും ജനങ്ങളും ഒരുപോലെ വിലയിരുത്തേണ്ട സമയമാണിത്.